ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. അപ്പം നമ്മൾ വീണ്ടും അടുത്ത ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ടോപ്പിക് തന്നെയാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അല്ലേ, സമവാക്യ ജോഡികളാണ്. ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണണ്ടല്ലോ അല്ലേ. ക്ലാസ്സുകൾ കാണുക മാത്രമല്ല, അത് കണ്ടൊന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല മാത്സ്. നമ്മളത് ചെയ്തു തരുന്ന പ്രോബ്ലംസ് നിങ്ങളത് തന്നെ ചെയ്ത് നിങ്ങൾക്കും ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റണ്ടോ എന്ന് നോക്കുക. കൂടാതെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒപ്പം തന്നെ സെൻഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും തന്നെത്താനെ അതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ സ്റ്റെപ്സ് അനുസരിച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാത്സിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആകാൻ സാധിക്കുക. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ അല്ലേ. അപ്പം നമ്മൾ ചെയ്ത് നമുക്ക് അതിനകത്ത് ഒരു എഫിഷ്യൻസി വരുത്തണം. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മാത്സ് ആകുമ്പോൾ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് സ്പീഡായിട്ട് ചെയ്യാൻ ആൻസറിലേക്ക് എത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2-3 പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഡിഫറെൻറ്റ് 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് അല്ലേ. 3 വ്യത്യസ്ത രീതിയിലുള്ള കണക്കുകളാണ്. പെയർ ഓഫ് ഇക്വേഷൻസ് ഫോം ചെയ്ത് 3 എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ ചെയ്തത്. ഒരുപോലത്തെ അല്ല, എല്ലാം വ്യത്യസ്തമായിരുന്നു. ഇന്നും അതുപോലെ തന്നെ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പെയർ ഓഫ് ഇക്വേഷൻസിനകത്ത് ഇതുപോലെ പല രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതെങ്ങനെ അതിനെ ഇക്വേഷനാക്കി മാറ്റാം, ഒരു മാത്തമാറ്റിക്കൽ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷനായിട്ട് ഫോം ചെയ്യാം എന്ന് കണ്ടെത്തുക മാത്രമല്ല, ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കുക, വേരിയബിൾസ് സോൾവ് ചെയ്ത് ആൻസറിലേക്ക് എത്തുക. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക ക്വസ്റ്റ്യനിൽ ഏത് അൺനോൺ ഫിഗർ ആണോ ആ അൺനോൺ ഫിഗറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്താലോ? ഇന്ന് നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാലോ? റെഡിയല്ലേ? എല്ലാവരും ബുക്കൊക്കെ എടുത്ത് വെച്ച് നോട്ടൊക്കെ എടുത്ത് വെച്ച് തയ്യാറാക്കി ഇരുന്നിട്ട് വേണം കേട്ടോ ക്ലാസ്സിന് ഇരിക്കാനായിട്ട്. അപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു വരുന്ന രീതിയിൽ ചെയ്ത് മനസ്സിലാക്കുക ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers is 3 and difference in their squares is 39. Which are the numbers കണ്ടുപിടിക്കണം നമുക്ക്. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 3. 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, ഏതോ 2 സംഖ്യകളാണ്, ഇവ തമ്മിൽ മൈനസ് ചെയ്താൽ, ഇത് വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒന്നിൽ നിന്ന് മറ്റൊന്ന് മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അവ തമ്മിലുള്ള ഡിഫറൻസ് 3 എന്നും ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദെയർ സ്ക്വയേഴ്സ്, അവയുടെ വർഗങ്ങളുടെ വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദെയർ സ്ക്വയേഴ്സ്, ഇതിനെ മലയാളത്തിൽ നമ്മളിതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. കാരണം നമ്മൾ 2 രീതിയിലും ക്വസ്റ്റ്യൻ ഇവിടെ ബോർഡിൽ എഴുതുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 3 എന്ന് വെച്ചാൽ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദെയർ സ്ക്വയേഴ്സ്, അവയുടെ വർഗങ്ങളുടെ വ്യത്യാസം 39 ആണെങ്കിൽ വിച്ച് ആർ ദ നമ്പേഴ്സ്, ഏതാണ് ആ സംഖ്യകൾ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഇക്വേഷൻസ് ഫോം ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ: ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 3. അപ്പൊ 2 നമ്പേഴ്സും നമുക്ക് അൺനോൺ ആണ്, നമുക്കറിയില്ല, ഒന്ന് മറ്റൊന്നിനോട് എന്തെങ്കിലും റിലേഷനോ പറഞ്ഞിട്ടില്ല. അപ്പൊ 2 ഡിഫറെന്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് ആ 2 നമ്പേഴ്സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? നമ്പേഴ്സ് മേ ബി എക്സ് ആൻഡ് വൈ. എക്സും വൈയുമായിട്ട് നമുക്ക് ആ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. അപ്പൊ നമ്മൾ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം കിട്ടിയ ഒരു ഇക്വേഷൻ നമ്മൾ നമ്പർ കൊടുക്കുകയാണ്, അതിന് 1 എന്ന് നമ്പർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. എക്സ് മൈനസ് 3 ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഫോം ചെയ്തത് അല്ലെ. സിമ്പിൾ ആയിരുന്നു. കാരണം ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് നമ്മൾ എക്സും വൈയും എടുത്തെങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് എക്സ് മൈനസ് വൈ, ദാറ്റ് ഈസ് 3 എന്ന് തന്നിട്ടുണ്ട്. ഇനി ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദെയർ സ്ക്വയേഴ്സ്, അവയുടെ വർഗങ്ങളുടെ വ്യത്യാസമാണ്. സ്ക്വയർ ഓഫ് എക്സ്, എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് സ്ക്വയർ ആണ്. വൈന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലോ y square ആണ്. ആൻഡ് ദെയർ ഡിഫറൻസ്, അവയുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 39. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ
ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൈ, അതായത് നമ്മൾ എന്താ പറയാ, ഇത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഇത് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ക്ലൂ മാത്രമാണ്. അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഐഡന്റിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് എക്സ് വൈയും ആകുമ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇത് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതി ഈക്വൽ ടു 39 നമുക്ക് എഴുതാം. കാരണം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് ഈക്വൽ ആയിട്ടുള്ള ഐഡന്റിറ്റി ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് 39 ഈക്വൽ ആണ്. ആ ഇക്വേഷൻ ഞാനൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് എഴുതി. എന്ന് നോക്കിയേ, എക്സ് മൈനസ് വൈന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ എക്സ് മൈനസ് വൈ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈനെ നമ്മൾ അങ്ങനെ തന്നെ ഇറക്കി എഴുതുന്നു. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈക്ക് പകരം ഞാൻ ഇവിടെ 3 കൊടുക്കുകയാണ് ഈക്വൽ ടു 39. വീണ്ടും ഈ 3 നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. നമുക്ക് അതിന് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് വൈ മാത്രം അവിടെ നിർത്തി 39ന്റെ അടുത്തേക്ക് ഇൻറ്റു ചെയ്യാനുള്ള 3 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകും, അത് ഡിവിഷൻ ആകും, 39/3 ആകും. കണ്ടല്ലോ. അപ്പൊ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഫോം ചെയ്യാറായി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 39ലെ 3 13 ടൈംസ് ആണ് പോകുക, 13 പ്രാവശ്യം. 3 3ൽ 1 പ്രാവശ്യം, 3 9ൽ 3 പ്രാവശ്യം, ദാറ്റ് ഈസ് 30. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റി. ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഇക്വേഷൻ ഫോം ചെയ്യുന്ന രീതിയിലല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 2 ഇക്വേഷൻസ് ഡയറക്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇല്ല. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ തന്നു, മറ്റൊരു ഇക്വേഷൻ വേറെ ഏതോ രീതിയിൽ നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ആ ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. കണ്ടല്ലോ. ഇപ്പൊ നമുക്ക് നേരത്തെ ചെയ്യാനുള്ള പോലെ ആദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെയുള്ള 2 ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റി. ആദ്യത്തെ ഇക്വേഷൻ ഓൾറെഡി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റി. പക്ഷെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഡയറക്ട്ലി തന്നില്ല. നമ്മൾ അതിനെ എന്ത് ചെയ്തു, അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് രണ്ടാമതൊരു ഇക്വേഷനിലേക്ക് ഫോം ചെയ്യുന്ന രീതിയിലേക്ക് എത്തി. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 13 നമുക്ക് കിട്ടിയത്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് തന്നിരുന്നു ഈക്വൽ ടു 39 എന്ന്. അതിൽ നിന്ന് ചെറുതാക്കി നമ്മൾ എക്സ് മൈനസ് വൈ അവിടെ വില കൊടുത്തിട്ട് നമ്മൾ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നോക്കിയേ, ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് ഫോം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ബാക്കിയെല്ലാ സ്റ്റെപ്സ് നമുക്ക് ചെയ്യാലോ. എക്സ് മൈനസ് വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13. 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത എന്താണ്, 2 ഒരേ സംഖ്യകള് ഒരേപോലത്തെയുള്ള സംഖ്യകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 0 ആക്കണം. എക്സോ വൈയോ 0 ആക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് വൈ 0 ആക്കാൻ എളുപ്പമാണ്. ബിക്കോസ് വൈക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസ് ഒരുപോലെ വന്നിട്ടുണ്ട് അല്ലെ. വൈക്ക് വൈ എന്ന് പറയുന്ന വാല്യൂവിന് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ദാറ്റ് മീൻസ് അത് 0 ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ 0 ആയിപ്പോയി എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ 0 ആക്കാൻ പറ്റുമെങ്കിൽ വി ഷുഡ് ആഡ് ദ ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി അല്ലെ. കാരണം ഡയറക്ട്ലി നമ്മൾ വേറെ സൈനുകളൊന്നും മാറ്റാതെ തന്നെ, ചിഹ്നങ്ങളൊന്നും നമ്മൾ തന്നെ മാറ്റാതെ ഓൾറെഡി തന്നിരിക്കുന്ന വാല്യൂസ് 0 ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. എക്സ് പ്ലസ് എക്സ് 2x, 13 പ്ലസ് 3 16, 13ഉം 3ഉം കൂടി കൂട്ടി 16. അപ്പൊ 2x ഈക്വൽ ടു 16 എന്ന് നമുക്ക് കിട്ടി. Therefore x ഈക്വൽ ടു 16. 2 മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്, ഇവിടെ ഡിവിഷൻ ആകും. x ഈക്വൽ ടു 8. എക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ സംഖ്യ നമുക്ക് കിട്ടി. 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസിൽ ആദ്യത്തെ സംഖ്യ ദാറ്റ് ഈസ് എക്സ് ആണ്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടേം എടുത്തത്, ഫസ്റ്റ് നമ്പർ എക്സ് എന്ന് പറയുന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തല്ലോ. എക്സ് മൈനസ് വൈ സമം 3 എന്നും എക്സ് പ്ലസ് വൈ സമം 13 എന്ന് കിട്ടുന്ന ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഞാനിവിടെ എക്സ് പ്ലസ് വൈ പോസിറ്റീവ് സംഖ്യ ഉള്ളത് ചെയ്യുന്നതാണ് കുറച്ച് എളുപ്പം. അപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ എക്സിന്റെ സ്ഥാനത്ത് 8 കൊടുക്കുന്നു, പ്ലസ് വൈ അങ്ങനെ തന്നെ ഇറക്കി എഴുതി, 13ഉം അങ്ങനെ തന്നെ ഇറക്കി എഴുതി. വൈ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വൈ ഈക്വൽ ടു 13 പ്ലസ് 8 ഇങ്ങോട്ട് വരുമ്പോൾ -8 ആകും. ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു 5 ആണ്. 13ൽ നിന്ന് 8 കുറച്ചാൽ 5 ആണ്. 8ഉം 5ഉം കൂട്ടിയാൽ 13, 8ൽ നിന്ന് 5 കുറച്ചാൽ 3. കറക്റ്റ് അല്ലേ? നോക്കിയ ഇക്വേഷൻസ് വാല്യൂ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതൊന്ന് വെരിഫൈ ചെയ്താൽ
നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എക്സും വൈയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം, ചെക്ക് ചെയ്യാം. അതിന് എന്ത് ചെയ്താൽ മതി? അതിന് മാർഗ്ഗം ഇതാണ്. 2 ഇക്വേഷൻസിൽ ഒന്ന് ആ വില ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ആൻസർ ശരിയാണോ എന്ന്. അപ്പൊ നമുക്ക് തന്നിരുന്ന ആദ്യം നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇതായിരുന്നു, എക്സ് മൈനസ് വൈ സമം 3. എക്സ് എത്രയാണ് കിട്ടിയത്? 8 മൈനസ് വൈയുടെ വില 5. 8 5 കുറച്ചാൽ 3 ആണ്. 8 5 കൂട്ടിയാൽ എക്സും വൈയും കൂട്ടിയാൽ 13 ആണ്. 8 5 കൂട്ടിയാൽ 13 ആൻസർ കിട്ടും. സോ അവിടെ നമ്മൾ എഴുതിയതും ഇക്വേഷൻ ഫോം ചെയ്തതും നമ്മൾ ചെയ്ത് കണ്ടെത്തിയ എക്സും വൈയും വാല്യൂസും കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. അടുത്ത ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിറ്റി ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് മറ്റൊരു ഇക്വേഷൻ സെപ്പറേറ്റ് ഫോം ചെയ്തിട്ടാണ് നമ്മൾ എക്സും വൈയും കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തേത് ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ന്യൂമറേറ്റർ is increased by 6, it becomes 1/2 and the denominator is increased by 7. It is 1/3. Find the fraction. ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ന്യൂമറേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 6, ന്യൂമറേറ്റർ ഒരു ഇൻക്രീസ്ഡ് ബൈ 6 ആണ്, സോറി, ഇൻക്രീസ്ഡ് ബൈ 6, ന്യൂമറേറ്റർ 6 കൂട്ടുകയും കൂട്ടിക്കഴിയുമ്പോൾ ഒരു ഫ്രാക്ഷൻ അതെന്തായി മാറുന്ന 1/2 ഈക്വൽ ആകും. ആൻഡ് ഇഫ് ദ ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 7, ഡിനോമിനേറ്റർ 7 കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 1/3. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് റെപ്രസെന്റ്സ് എ ന്യൂമറേറ്റർ ആൻഡ് എ ഡിനോമിനേറ്റർ. ഒരു അംശവും ഛേദമായിട്ട് എഴുതാൻ പറ്റുന്ന P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രാക്ഷൻ എന്ന് വിളിക്കാലോ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്രാക്ഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ലെറ്റ്സ് കൺസിഡർ, അല്ലെങ്കിൽ ലെറ്റ്സ് ടേക്ക് അസ്യൂം ദാറ്റ് ദ ഫ്രാക്ഷൻ ഈസ്, ലെറ്റ് ദ ഫ്രാക്ഷൻ is equal to x by y. എക്സും വൈയും ആണ് എന്ന് വിചാരിക്കാം. അംശവും ഛേദവും എന്താണെന്ന് വിചാരിക്കുക? എക്സും വൈയും ആണെന്ന്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇഫ് ദ ന്യൂമറേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 6, ന്യൂമറേറ്റർ അംശം 6 കൂട്ടുകയും കൂട്ടിക്കഴിയുമ്പോൾ ആ ഭിന്നസംഖ്യ 1/2 ഈക്വൽ ആവുകയും, അതേസമയം തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്, ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 7, എന്ത് ചെയ്യുന്നു? ഛേദം 7 കൂട്ടുകയും ചെയ്യുമ്പോൾ അത് 1/3 തുല്യമാകുന്നു. 2 വ്യത്യസ്ത സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ആദ്യം ഇക്വേഷൻ ഫോം ചെയ്യണം. ഇക്വേഷൻ ഫോം ചെയ്തിട്ട് എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കൊന്ന് ഇക്വേഷൻ ഫോം ചെയ്താലോ? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫ്രാക്ഷൻ x/y ആണെന്ന് കൺസിഡർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി നമുക്കൊന്ന് എഴുതാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇഫ് ദ ന്യൂമറേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 6. ന്യൂമറേറ്ററിലാണ് കൂട്ടിയേക്കണേ. ന്യൂമറേറ്ററിന്റെ കൂടെ ഒരു 6 കൂട്ടുക, എക്സിനോടൊപ്പം 6 കൂട്ടുക എന്ന് പറഞ്ഞാൽ x + 6 ആണ്. by, that means there is no change in the denominator. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കണേൽ അപ്പൊ എന്തില്ല? ഡിനോമിനേറ്ററിന് വ്യത്യാസമില്ല. ഡിനോമിനേറ്റർ നമ്മൾ നേരത്തെ എടുത്ത y തന്നെയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളുടെ ഭിന്നസംഖ്യ എന്തിന് ഈക്വൽ ആകുന്നു? ഫ്രാക്ഷൻ വിൽ ബി ഈക്വൽ ടു 1/2, 1/2 ഈക്വൽ ആകും. ഇത് വെച്ച് നമുക്ക് നോക്കിയാൽ നിങ്ങൾ ഇതൊരു ഇക്വേഷൻ സ്റ്റൈൽ അല്ല അല്ലെ? ഒരു ഇക്വേഷൻ ഫോമാറ്റിൽ ആയില്ല. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ അതിൽ നിന്ന് എടുക്കണം. പക്ഷെ അതിനു മുമ്പ് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം. ഞാനിവിടെ ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എന്താ പറയാ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഡിനോമിനേറ്റേഴ്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 7, ഛേദം 7 കൂട്ടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അംശത്തിൽ വ്യത്യാസമില്ല എന്നാണ്. അപ്പൊ x ആണ് അംശം, ഛേദത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? +7. ഛേദം 7 കൂട്ടുകയാണെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ എന്തായി മാറും? 1/3 ഈക്വലായി മാറും. ഇത് രണ്ടും നമ്മൾ ഇവിടെ ഫോം ചെയ്തു വെച്ചു. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻസിന്റെ രൂപത്തിലല്ല ഇപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ 2 സ്റ്റേറ്റ്മെന്റും നമ്മൾ ഇങ്ങനെ ആക്കിയപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷന്റെ സ്റ്റൈലിലേക്ക് വന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഫോം ചെയ്ത ഒരു ഇക്വേഷൻ ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്ത് ചെയ്യണം. ഇതൊരു ഇക്വേഷൻ ഫോമിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ 2 ഉപയോഗിച്ച് ഈ x + 6നെയും
2 കൊണ്ട് x പ്ലസ് 6 ബ്രാക്കറ്റ് ഇടുക ഈക്വൽ ടു 1 കൊണ്ട് y-നെയും മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ഗുണിച്ചാലോ? ബ്രാക്കറ്റ് വന്നാൽ നമ്മൾ സാധാരണ എങ്ങനെയാ ചെയ്യാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് മുഴുവൻ ബ്രാക്കറ്റിന്റെ പുറത്ത് കിടക്കുന്ന സംഖ്യ വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു എക്സ് 2x അല്ലേ, പ്ലസ് 2 ഇൻറ്റു 6 എത്രയാണ് വരിക? 12. 2 ഇൻറ്റു 6, 2 ഇൻറ്റു എക്സ് ആദ്യം ചെയ്യുന്നു, 2x 2 ഇൻറ്റു 6, 2 ഇൻറ്റു 6 12, താഴോട്ട് ഇറക്കി എഴുതി ഈക്വൽ ടു 1 ഇൻറ്റു y തന്നെ. ഇപ്പോഴും നമ്മുടെ ഇക്വേഷൻ സ്റ്റൈലിലേക്ക് വന്നില്ല. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സ് വൈ പിന്നെ ഈക്വൽ സൈൻ്റെ അപ്പുറത്താണ് വേരിയബിൾ ഇല്ലാത്ത സംഖ്യ കിടക്കണേ അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. നമ്മൾ എഴുതിയ എല്ലാ ഇക്വേഷൻസിലും എക്സും വൈയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ എഴുതിയിരുന്നത് അല്ലേ. നമ്മളുടെ ഇടതുവശത്തും വേരിയബിൾ ഇല്ലാത്ത സംഖ്യ എക്സും വൈയും ഇല്ലാത്ത സംഖ്യ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതിയിരുന്നത്. ഈക്വൽ സൈൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെയും അങ്ങനെയാക്കാം. അപ്പൊ 2x പ്ലസ് വൈ ആണ്. ഞാൻ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് എനിക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്തായി മാറും? -y. 2x - y ഈക്വൽ ടു ഈ പ്ലസ് 12നെ നമ്മൾ അപ്പുറത്തേക്ക് ചാടിക്കണം. അപ്പോൾ -12 ആവും. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. 2x - y = -12. ഇതാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു സെന്റൻസിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്ത ഒരു സംഭവം. അത് നമ്മൾ ഇക്വേഷനിലേക്ക് മാറ്റിയപ്പോൾ ഇതിങ്ങനെ മാറി. അപ്പോൾ എങ്ങനെയാ എഴുതിയത്? ന്യൂമറേറ്ററിന്റെ കൂടെ 6 കൂട്ടി, അപ്പൊ ഡിനോമിനേറ്റർ y തന്നെയായിട്ട് എഴുതി. എന്നിട്ട് അത് 1/2 ഈക്വൽ ആണെന്ന് പറയുമ്പോൾ x + 6/y = 1/2 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഇപ്പുറത്ത് ന്യൂമറേറ്ററിലല്ല വ്യത്യാസം, ഡിനോമിനേറ്റർ 7 കൂടി എന്ന് പറയുമ്പോൾ x/y + 7 ഈക്വൽ ടു അത് 1/3 ഈക്വൽ. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഇപ്പുറത്തെ ഇക്വേഷനെയും നമുക്ക് ഈ രീതിയിലേക്ക് ആക്കണ്ട, ഇക്വേഷൻ സ്റ്റൈലിലേക്ക്. അപ്പൊ ഇവിടെയും നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു y + 7 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. 3 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 3x ആണ്, ഈക്വൽ ടു 1 കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള സംഖ്യകളെ നമ്മൾ ഗുണിച്ചാലും അങ്ങനെ തന്നെ വരുള്ളൂ അല്ലേ. y കൊണ്ട് 1 അല്ലേ ഗുണിക്കേണ്ട സംഖ്യ, 1 ആയതുകൊണ്ട് എത്ര വലിയ സംഖ്യയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ y + 7 അങ്ങനെ തന്നെ എഴുതി. 3x അവിടെ നിർത്തുന്നു. y എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. പ്ലസ് y becomes -y ഈക്വൽ ടു 7. 7 അവിടെ തന്നെയാണ്, ഈക്വൽ സൈൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ് 7 കിടക്കുന്നത്. അതുകൊണ്ട് 7 ഞാൻ അങ്ങനെ തന്നെ ഇറക്കി എഴുതി. അപ്പൊ അവിടെ സൈൻ ഒന്നും മാറില്ല കേട്ടോ. ഇവിടെ എങ്ങനെയാ മാറിയത്? +12നെ ഞാൻ ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് അവിടെ അത് -12 ആയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷനും കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ 2 ഇക്വേഷൻസ് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈ 2 ഇക്വേഷൻസിൽ നിന്ന് 2 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അതൊന്ന് ചേർത്ത് എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ 2x - y ഈക്വൽ ടു -12. അടുത്തത് 3x - y ഈക്വൽ ടു 7 എന്ന് പറയുന്ന 2 ഇക്വേഷൻസ് ആണ്. നോക്കാം നിങ്ങൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂവിനെ 0 ആക്കണം. ഇവിടെ നോക്കുക, ഇവിടെ -y-ഉം -y-ഉം തന്നെയാണ്. 2 y-ക്കും ഒരേ സൈൻ ആണ് കിടക്കണേ. ഒരേ സൈൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് നമ്പേഴ്സ് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. ഒരേ ചിഹ്നം വരുമ്പോൾ കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെയാണ് ഇടുക. വ്യത്യസ്ത ചിഹ്നം വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ഡിഫറൻസ് കാണും. അതിന്റെ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടും. അപ്പൊ നമുക്ക് ഇവിടെ എന്താക്കണം? ഇതിനെ ഈ y-നെ പോസിറ്റീവ് y ആക്കി കഴിഞ്ഞാൽ 0 ആവുമല്ലോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ y എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആക്കണം. ഈ y-നെ മാത്രമായിട്ട് നമുക്ക് പോസിറ്റീവ് ആക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ മൈനസ് ചെയ്താൽ മാത്രമേ ഇത് പോസിറ്റീവ് ആകുള്ളൂ. y-നെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ബാക്കി എല്ലാത്തിന്റെയും ചിഹ്നം മാറ്റണം, നിർബന്ധമാണ്. അപ്പൊ നമുക്ക് y-നെ പോസിറ്റീവ് ആക്കാം. y becomes പോസിറ്റീവ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചിഹ്നം അവിടെ കിടക്കുന്നത് നെഗറ്റീവ് ആയിരുന്നു, അത് പോസിറ്റീവ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3ന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, അത് നെഗറ്റീവ് ആകും. 7ന്റെ ചിഹ്നവും പോസിറ്റീവ് ആണ്, അത് എന്താകും? നെഗറ്റീവ് ആകും. കണ്ടല്ലോ? അപ്പൊ നമുക്ക് കിട്ടിയത് -3x + y ആക്കി -7 ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസ് ചെയ്യാം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 3ൽ നിന്ന് 2x പോയി കഴിഞ്ഞാൽ -1x ആണ് വരിക. ഇത് 0 ആയി പോയി. ഈക്വൽ ടു ഒരേ ചിഹ്നം വരുമ്പോൾ കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെയാണ് ഇത്. ദാറ്റ് മീൻസ് -19 അല്ലേ. -12 -7 ഒരേ ചിഹ്നം വരുമ്പോൾ കൂട്ടണം. -12ഉം 7ഉം 12ഉം 7ഉം കൂട്ടിയാൽ 19 ആണ്. നെഗറ്റീവ് ആ ചിഹ്നം തന്നെ നമ്മൾ ഇടുന്നു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് x ഈക്വൽ ടു നെഗറ്റീവും വെട്ടിപ്പോയി എക്സിന്റെ വില നമുക്ക് കിട്ടി. എത്രയാണ്? 19. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ. ഇനി y കണ്ടുപിടിക്കാൻ, എക്സ് കിട്ടിക്കഴിഞ്ഞാൽ y കണ്ടുപിടിക്കാൻ ഇവിടെ നമ്മൾ 2 ഇക്വേഷൻസ് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ കൊടുക്കാം. സിമ്പിൾ ഇക്വേഷൻ ഇതാണ്, നമുക്ക് ഇതിൽ കൊടുക്കാം. 3x - y ഈക്വൽ ടു 7 ആണ്. 3 ഇൻറ്റു എക്സിന്റെ വാല്യൂ കിട്ടിയത് 19 ആണ്. -y = 7.
3 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 19 × 3 27, 57. 57 മൈനസ് y സമം 7. ആ മൈനസ് വൈനെ നമുക്ക് അവിടെ തന്നെ നിർത്താം. 57 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 57. 7 മൈനസ് 57. 7 അങ്ങോട്ട് തന്നെ ഇറക്കി എഴുതി. ഈ പ്ലസ് 57 നമ്മൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ മൈനസ് 57 ആയി. മൈനസ് y സമം 57. 7 ന്ന് 57 കുറയ്ക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുക? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് വലുതിന്റെ ചിഹ്നോട്, ദാറ്റ് ഈസ് -50. ഇവിടെയും നെഗറ്റീവും വെട്ടിപ്പോയി. y ഈസ് ഈക്വൽ ടു 50. ഇപ്പൊ നോക്കിയേ, എക്സും കിട്ടി വൈയും കിട്ടി. എക്സും വൈയും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഭിന്നസംഖ്യ ഏതാണപ്പോ ഭിന്നം? എക്സിന്റെ വില 19, വൈയുടെ വില 50 എങ്കിൽ ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ആണ്. ദാറ്റ് ഈസ് എത്രയാണ് വരിക? 19/50. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്ന ഫ്രാക്ഷൻ. 19/50 ആണ്. കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് തന്നിരുന്ന സ്റ്റേറ്റ്മെന്റിൽ യാതൊന്നും തന്നെ നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് എത്താനുള്ള ഒരു സൂചന ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എഴുതിയതിന് ശേഷം അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ഇക്വേഷൻസിലേക്ക് എത്തിയത്. അപ്പോൾ പെയർ ഓഫ് ഇക്വേഷൻസ് എല്ലാം ഒരുപോലെയല്ല. എല്ലാ ഇക്വേഷൻസും നമുക്ക് നേരെ തന്നെ എടുത്തെഴുതാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്. ഇക്വേഷൻസ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്രിയ ചെയ്ത് ചിലപ്പോൾ നമുക്ക് എക്സും വൈയും ഒക്കെ 0 ആക്കണമെങ്കിൽ അതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിലാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ. അപ്പോൾ എക്സും വൈയും ഒക്കെ കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. Third one, a 200 rupee note is changed to 50 rupee notes and 20 rupee notes. There were 7 notes in total. Find the number of each notes. Separately. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. എ 200 rupee നോട്ട് ഈസ് ചേഞ്ച്ഡ് ടു 50 rupee നോട്ട്സ് ആൻഡ് 20 rupee നോട്ട്സ്. ഒരു 200 നോട്ട്, 200 രൂപ നോട്ട് ചേഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ചില്ലറയാക്കി. കിട്ടിയത് 50 നോട്ടുകളും 20 നോട്ടുകളും. എത്രയാണെന്ന് അറിയില്ല. കുറച്ച് 50 നോട്ടുണ്ട്, കുറച്ച് 20 നോട്ടുണ്ട്. ബട്ട് ഒന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, there were 7 notes in total. ആകെ 7 നോട്ടാണ്. 50-ന്റെയും 20-ന്റെയും നോട്ടുകളുടെ എണ്ണം ആകെ ടോട്ടൽ എന്ന് പറയുന്നത് 7 നോട്ട്സ് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര 50-ന്റെ നോട്ടുണ്ട്, എത്ര 20-ന്റെ നോട്ടുണ്ട് എന്ന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. 20-ന്റെ എണ്ണം എത്രയാണ്, 50 നോട്ടുകളുടെ എണ്ണം എത്രയാണ്, ഇത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ഫോം ചെയ്യണം. എന്തെങ്കിലും ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ നിങ്ങൾ. എ 200 rupee നോട്ട് ഈസ് ചേഞ്ച്ഡ് ടു 50 rupee നോട്ട്സ് ആൻഡ് 20 rupee നോട്ട്സ്. 20 രൂപ നോട്ടുകളുണ്ട്, 50 രൂപ നോട്ടുകളുണ്ട്. ബട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് 20-ന്റെയും 50-ന്റെയും നോട്ടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് 50 rupee നോട്ട്സിന്റെ എണ്ണം അറിയില്ല, 20 rupee നോട്ട്സിന്റെ എണ്ണം അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 50 rupee നോട്ട്സിന്റെ എണ്ണം 50 rupee നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് 50 rupee നോട്ട്സ് നമുക്ക് എക്സ് എടുക്കാം. ആൻഡ് നമ്പർ ഓഫ് 20 rupee നോട്ട്സ് നമുക്ക് എന്തെടുക്കാം? വൈ എടുക്കാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ഈ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും കൂട്ടിക്കഴിഞ്ഞാൽ 7 നോട്ട്സ് ഉണ്ട് എന്നുള്ളതിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. കാരണം 50 നോട്ടുകൾ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് എണ്ണമാണ്, വൈ എന്ന് പറയുന്നത് 20 രൂപ നോട്ടുകളുടെ എണ്ണം എടുത്തു. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അവിടെ x + y = 7. ഇനി
ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കൂടി ഫോം ചെയ്താലേ എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് 50ന്റെ നോട്ടുകളും 20ന്റെ നോട്ട്, ഒരു 50ന്റെ നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് 50, 50 ആണ്, 50 രൂപയ്ക്ക് തുല്യമാണ്. 2 50ന്റെ നോട്ട് ചേർന്നാലോ 2 × 50 100 രൂപയ്ക്ക് തുല്യമാണ് ആണല്ലോ. 3 × 50 3 രൂപ, 3 50ന്റെ നോട്ട് ഉണ്ടെങ്കിലോ 3 × 50 150 രൂപയാകും. എന്ന് വെച്ചാൽ എണ്ണത്തിനെ ആ എന്താ പറയാ നോട്ടിന്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ എമൗണ്ടിലേക്ക് എത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ടേക്ക് 50 റുപ്പി നോട്ട്സ് ആസ് എക്സ്, നമ്മൾ എടുത്തിരിക്കുന്നത് 50 രൂപ നോട്ടുകളുടെ എണ്ണം നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് 50 റുപ്പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 രൂപ നോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50x ആണ് അല്ലെ. 50 രൂപ നോട്ടുകൾ എക്സ് എണ്ണം 50 × x 50x. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് 20 റുപ്പി നോട്ട്സ് എന്തായിരിക്കണം? 20 × y 20y ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യാൻ ഇത് രണ്ടും കൂടി ചേർന്നാൽ എത്ര രൂപയുടെ നോട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്? 200 രൂപ നോട്ടാണ്. എന്ന് വെച്ചാൽ 50x എന്ന് പറയുന്ന 50 രൂപ നോട്ടുകളുടെ വാല്യൂവും 20y എന്ന് പറയുന്ന 20 രൂപ നോട്ടുകളുടെ വാല്യൂ കൂടി ചേർന്ന് നമ്മൾ മാറിയത് 200 രൂപയുടെ നോട്ടാണെങ്കിൽ ഇത് രണ്ടും കൂടി നമുക്ക് ഒരു ഇക്വേഷൻ ആക്കാം. 50x + 20y gives 200. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. കണ്ടല്ലോ, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് x + y = 7. രണ്ട് നോട്ടുകളുടെയും എണ്ണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി രണ്ട് നോട്ടുകളുടെയും വാല്യൂ 200ന് ഈക്വൽ ആകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത് മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കി. 50x + 20y = 200. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസിന്റെ സോൾവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിട്ട് അത് സോൾവ് ചെയ്യാം. x + y = 7, 50x + 20y = 200. നോക്കാം, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഡയറക്ട്ലി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. വൈയോ എക്സോ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആയിട്ട് പോകില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തേർഡ് ഒരു ഇക്വേഷൻ കൂടി ഫോം ചെയ്യേണ്ടി വരും. മൂന്നാമതൊരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യണം ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് 0 ആക്കാൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് താഴേക്ക് നമുക്കൊന്ന് ഇറക്കി എഴുതാം. 20 ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വൈന്റെ വാല്യൂ നമുക്ക് 0 ആക്കാം. ചെറിയ വാല്യൂവിനെ എളുപ്പം 0 ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ 20 കൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. 20 × x 20x, 20 × y + 20y = 20 × 7 140, 7 × 20 140. ആദ്യം എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ, ഇതായിരുന്നു സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ അതിൽ നിന്ന് ഒരു തേർഡ് ഇക്വേഷനിലേക്ക് എത്തി. കാരണം ഫസ്റ്റ് ഇക്വേഷൻ അങ്ങനെ തന്നെ വെച്ച് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് 20 വെച്ച് ഫുൾ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതെങ്കിലും ആദ്യത്തെ സംഖ്യയോ അല്ലെങ്കിൽ 0 ആക്കാൻ പോകുന്ന സംഖ്യ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ഗുണിച്ചാൽ പോരാ. ഫുൾ ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് എഴുതിയിട്ടുണ്ട്. താഴേക്ക് മറ്റേ ഇക്വേഷൻ ഞാൻ താഴെ വീണ്ടും ഇറക്കി. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. 50x + 20y = 200. നമുക്കറിയാം ഇവിടെ പ്ലസ് ചെയ്താൽ, കൂട്ടിയാൽ ഇത് 0 ആകില്ല. അറിയാലോ അല്ലെ? കാരണം എന്താ? 20ന്റെ 20 കൂട്ടിയാൽ 40y എന്നേ വരുള്ളൂ. 40y വരിക. അന്നേരം നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. എന്താ മൈനസ് ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മൈനസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിലെല്ലാം സൈൻ മാറും. അപ്പൊ ഇത് നെഗറ്റീവ് ആക്കണം. പോസിറ്റീവ് ആയിരുന്നു, ഇവിടെയും പോസിറ്റീവ് ആണ്, ഇതും നെഗറ്റീവ് ആകും. ആൻഡ് ഹിയർ ഇവിടെയും നെഗറ്റീവ് ആകും. എല്ലാം നെഗറ്റീവ് ആക്കി. ഇവിടെ 50ൽ നിന്ന് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണല്ലോ. അപ്പൊ 50ൽ നിന്ന് 20 കുറയ്ക്കണം. -30x. ഇവിടെ 0 ആയി ഓൾറെഡി. = ഇവിടെയും 200ൽ നിന്ന് 140 കുറയ്ക്കണം. കാരണം 200ന്റെ സൈൻ നെഗറ്റീവ് ആണ്, 140ന്റെ സൈൻ പോസിറ്റീവ് ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 200ൽ നിന്ന് 140 പോയാൽ -60. അപ്പൊ നമുക്ക് കിട്ടിയത് -30x = -60 ആണ്. നെഗറ്റീവ് ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടിക്കളയാം. Therefore x = 60/30. എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 കിട്ടിയെങ്കിൽ നമ്പർ ഓഫ് 50 റുപ്പി നോട്ട്സ്, 50 രൂപ നോട്ടുകളുടെ എണ്ണം നമുക്ക് കിട്ടിയത് 2 എണ്ണമാണ്. എന്ന് വെച്ചാൽ 2 50 രൂപ നോട്ടുണ്ട്. 2 × 50 അത് എത്രയാകും? 100 രൂപ. 2 × 50 100 രൂപയായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സും വൈയും എന്ന് വെച്ചാൽ 50 രൂപ നോട്ടുകളുടെ എണ്ണവും വൈ എന്ന് പറയുന്നത് 20 രൂപ നോട്ടുകളുടെ എണ്ണവും കൂടി ആകെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 20 രൂപ നോട്ടുകളുടെ എണ്ണം 7ൽ നിന്ന് 2 എണ്ണം കുറച്ചാൽ ബാക്കി 5 എണ്ണമാണ്. നോക്കാം, 5 × 20 അതും 100 ആണ്. അങ്ങനെ ടോട്ടൽ എത്ര രൂപയായിരുന്നു? 200 റുപ്പീസിന്റെ നോട്ടാണ് നമ്മൾ
200 റുപ്പി നോട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ചേഞ്ച് ചെയ്തത്, ചില്ലറയാക്കി 50-ന്റെയും 20-ന്റെയും ആയി മാറിയത്. അപ്പൊ നമുക്ക് കറക്റ്റ് എണ്ണം കിട്ടി. 50 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര ഉണ്ട്? 2 എണ്ണമാണ്. 20 രൂപ നോട്ടുകളുടെ എണ്ണം 5 എണ്ണമാണ്. 2ഉം 5ഉം 7 നോട്ടുകളായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേറെ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്തത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ 3 അഡീഷണൽ ക്വസ്റ്റ്യൻസ് പെയർ ഓഫ് ഇക്വേഷൻ തരാതെ നമ്മൾ ഫോം ചെയ്തു, അത് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്തതും അതുപോലെ തന്നെ പെയർ ഓഫ് ഇക്വേഷൻസിൽ നേരിട്ട് ഇക്വേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നിരുന്നില്ല. ഒരു ഇക്വേഷൻ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. അടുത്ത ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിച്ചിരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും ഒക്കെ ചെയ്ത കണക്കുകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക, വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നമുക്ക് അടുത്ത വെറൈറ്റി ഇതിൻ്റെ തന്നെ പെയർ ഓഫ് ഇക്വേഷൻസിൻ്റെ വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.